ഒരിക്കൽ ഒരു കാക്ക ഒരു സ്വാമിയുടെ അടുത്തേക്ക് ചെന്നു ഒരു പ്രശ്നവുമായി. സ്വാമി ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം? കാക്ക പറഞ്ഞു, എനിക്ക് പണ്ടത്തെ പോലെ പറക്കാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ ശക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേരം സ്വാമി ചോദിച്ചു, എന്തെങ്കിലും അപകടം പറ്റിയായിരുന്നോ? കാക്ക പറഞ്ഞു, ഇല്ല. പറക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും പോയി ഇടിച്ചായിരുന്നോ? കാക്ക പറഞ്ഞു, എൻ്റെ ഓർമ്മയിലില്ല. എന്തെങ്കിലും രോഗങ്ങൾ വന്നായിരുന്നോ? അതുമില്ല. ചിറകിനെന്തെങ്കിലും ബലക്കുറവുണ്ടോ? ഇല്ല, അതുമില്ല. സ്വാമി പറഞ്ഞു, നിന്റെ പ്രശ്നം മനസ്സിലായിട്ടുണ്ട്, നീ പോയി നാളെ വാ, നിനക്ക് ഞാനൊരു കാര്യം എടുത്തു വെക്കാം. കാക്ക പറന്നുപോയി. പിറ്റേന്ന് വന്നപ്പോഴേക്കും സ്വാമി ആ കാക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സ്വാമി ഒരു വടിയെടുത്ത് ഈ കാക്കയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊരു മാന്ത്രിക ദണ്ഡാണ്. നീ ഇത് നിന്റെ കൊക്കിന്റെ ഇടയിൽ കടിച്ച് പിടിച്ചിട്ട് വേണം ഇനി മുതൽ പറക്കാനായിട്ട്. അങ്ങനെ പറഞ്ഞാൽ നിനക്ക് പഴയ പോലുള്ള ഊർജവും ഉന്മേഷവും കിട്ടും. കാക്കയ്ക്ക് വളരെയധികം സന്തോഷമായി. ആ മാന്ത്രിക ദണ്ഡ് വാങ്ങിച്ചുകൊണ്ട് കാക്ക പറന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞ് ഈ കാക്ക തിരിച്ചു വന്നു. സ്വാമി ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം? കാക്ക പറഞ്ഞു, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഓർക്കുന്നുണ്ടോ, ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ വന്നിരുന്നു, എനിക്ക് പറക്കാനുള്ള ശക്തി കിട്ടുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്നേരം താങ്കൾ എനിക്കൊരു മാന്ത്രിക ദണ്ഡ് സമ്മാനിച്ചു. ആ മാന്ത്രിക ദണ്ഡ് എൻ്റെ കൊക്കിൻ്റെ ഇടയിൽ കടിച്ചു പിടിച്ച് പറഞ്ഞതിന് ശേഷം എനിക്ക് പറക്കാനുള്ള പഴയ പോലുള്ള ഊർജം കിട്ടി. ആ സ്വാമി പറഞ്ഞു, അത് മാന്ത്രിക ദണ്ഡൊന്നുമല്ല, അവിടെ എൻ്റെ മുറ്റത്ത് കിടന്നിരുന്ന ഒരു ചെറിയൊരു ചുള്ളിക്കമ്പായിരുന്നു. അത് കേട്ടപ്പോൾ കാക്കയ്ക്ക് ഭയങ്കര ആശ്ചര്യമായി. കാക്ക ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് എന്നോട് പിറ്റേ ദിവസം വരാൻ പറഞ്ഞത്? സ്വാമി പറഞ്ഞു, നിന്റെ മുൻപിൽ നിന്ന് ആ ചുള്ളിക്കമ്പ് പറക്കിയെടുക്കുന്നത് നീ കാണണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നോട് പിറ്റേ ദിവസം വരാൻ പറഞ്ഞത്. ആ ചുള്ളിക്കമ്പ് ഞാൻ എടുത്തു വെച്ചു, നീ വന്നപ്പോഴേക്കും നിനക്ക് തന്നു. വീണ്ടും ആ കാക്കയ്ക്ക് വിശ്വാസം വരുന്നില്ല. കാക്ക പറഞ്ഞു, പക്ഷേ ആ മാന്ത്രിക ദണ്ഡ് ഞാൻ ചുണ്ടിൽ കടിച്ചു പിടിച്ചതിന് ശേഷം എനിക്ക് പഴയ ഊർജവും എനർജിയും തിരിച്ചു കിട്ടിയല്ലോ. അപ്പോൾ സ്വാമി പറഞ്ഞു, ഐ ഗേവ് യു സംതിങ് ടു ബിലീവ് ഇൻ, ദ റെസ്റ്റ് ഈസ് യുവർ വർക്ക്. യു ഫ്ലാപ്ഡ് യുവർ വിങ്സ് ആൻഡ് ഫ്ലൂ അവേ. നിനക്ക് വിശ്വസിക്കാൻ വേണ്ടി, നിന്റെ ആത്മവിശ്വാസത്തിന് വേണ്ടി ഞാൻ നിനക്കൊരു സാധനം തന്നു. ബാക്കിയെല്ലാം നിന്റെ കഴിവായിരുന്നു. നീ നിന്റെ ചെറുകടിച്ചു, നീ അങ്ങ് പറന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ്. നമുക്കുള്ള കഴിവുകൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. ശരിയാണ്, ചിലപ്പോഴൊക്കെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ചില വിഷമഘട്ടങ്ങളിൽ നമുക്ക് മറ്റൊരാളുടെ മോട്ടിവേഷൻ വേണ്ടി വന്നിരിക്കാം. പക്ഷേ എന്നും എപ്പോഴും മറ്റൊരാളുടെ മോട്ടിവേഷന് വേണ്ടി കാത്തു നിൽക്കാതെ സ്വയം മോട്ടിവേറ്റഡ് ആകുക. സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. സ്വന്തം ചിറകുകളടിച്ച് പറന്നു പോവുക. ഗോ, ഗ്രോ, ഗ്ലോ. നമുക്ക് പറക്കാം, അതിരുകളില്ലാതെ, പരിധികളില്ലാതെ. എല്ലാവർക്കും ശുഭദിനം.